അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമേഴ്സ് പഠിക്കാമല്ലോ. എല്ലാവരും ട്രാൻസ്ഫോമേഴ്സ് പഠിക്കാൻ റെഡി അല്ലേ? ഓക്കെ, സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് അവർ ഫസ്റ്റ് ഇലക്ട്രിക്കൽ മെഷീൻ കോൾഡ് ട്രാൻസ്ഫോമർ. സോ ആസ് ആൻ ഇൻട്രൊഡക്ഷൻ നമുക്ക് കുറെ കാര്യങ്ങൾ നോക്കാം. അത് കഴിഞ്ഞിട്ട് വി വിൽ ഗോ ഡീപ്പ് ഇൻ ടു ദി സബ്ജക്ട്. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നു എ ട്രാൻസ്ഫോമർ ഈസ് പ്രോബബ്ലി വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഫുൾ ഇലക്ട്രിക് ഡിവൈസസ് എവർ ഇൻവെന്റഡ്. അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. എ ട്രാൻസ്ഫോമർ ഈസ് മോസ്റ്റ് പ്രോബബ്ലി ദ മോസ്റ്റ് യൂസ്ഫുൾ ഇലക്ട്രിക്കൽ ഡിവൈസ് എവർ ഇൻവെന്റഡ് ബിക്കോസ് ബാക്കിയുള്ള മെഷീൻസ് എല്ലാം ഡിപ്പെൻഡന്റ് ഓൺ ദ സിസ്റ്റം ആണ്. ആ സിസ്റ്റത്തിന്റെ മെയിൻ എലമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, സോ അതൊരു സ്റ്റാറ്റിക് മെഷീനാണ്, ഹയസ്റ്റ് എഫിഷ്യൻസി മെഷീനാണ്, അത് മോസ്റ്റ് റഗ്ഡ് ആൻഡ് ദ റോബസ്റ്റ് മെഷീനാണ്, ഈസി മെയിൻ്റനൻസ് മെഷീനാണ്, അതൊരു ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് മെഷീനാണ്. അതുകൊണ്ട് അത് വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ബെനിഫിറ്റ് ഉള്ളൊരു മെഷീനാണ് എന്ത്? ട്രാൻസ്ഫോമർ ആണ്. അതുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫോമറിനെ വി ആർ describing as probably one of the most useful electrical device ever invented. So it can change the magnitude of alternating voltage or current from one value to other. അപ്പോൾ ഒരു വാല്യൂവിൽ നിന്ന് മറ്റൊരു വാല്യൂവിലേക്ക് എ സിയുടെ വോൾട്ടേജ് വാല്യൂവിനെയും കറണ്ട് വാല്യൂവിനെയും കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ട്രാൻസ്ഫോമറിനുണ്ട്. This useful property of transformer is mainly responsible for the widespread use of AC rather than DC. അപ്പോൾ ഇലക്ട്രിക് പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ എ സിക്ക് പ്രൊഡോമിനൻസ് കിട്ടാനുള്ള മെയിൻ കാരണം എ സിയുടെ മേളിൽ ഡി സിയുടെ മേളിൽ എ സിക്ക് കൂടുതൽ പ്രിഫറൻസ് കിട്ടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ദ പ്രോപ്പർട്ടി ഓഫ് ദിസ് യൂസ്ഫുൾ പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, ദ ട്രാൻസ്ഫോമർ ഹാവ് നോ മൂവിംഗ് പാർട്സ്. മൂവിംഗ് ആയിട്ടുള്ള പാർട്സ് ഇല്ല. അത് വളരെ റഗ്ഡ് ആണ്. റഗ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫ് യൂസേജ് ആണ്. ഓക്കെ, ദെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടുള്ള മെയിൻ്റനൻസോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ റോഡ് സൈഡുകളിലാണ് ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് തന്നെ ഇല്ല. വല്ലപ്പോഴും വൺസ് ഇൻ 2 months 3 months ഒക്കെയാണ്, അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ കൂടുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് പോയി അവിടെ മെയിൻ്റനൻസ് ചെയ്യുന്നത്. അപ്പം ട്രാൻസ്ഫോമർ വളരെ റഗ്ഡ് ആണ്. അതുപോലെ തന്നെ ഡ്യൂറബിൾ ആണ്. അത് ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ്. കാര്യം അതിനകത്ത് എന്താ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ്സ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ദാസ് റിക്വയറിംഗ് വെരി വെരി ലിറ്റിൽ അറ്റൻഷൻ. അപ്പോൾ വളരെ ചെറിയ അറ്റൻഷൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള ഇലക്ട്രിക്കൽ മെഷീൻസ് ഒന്നും അങ്ങനെയല്ല. ഓൾ ദ അതർ ഇലക്ട്രിക്കൽ മെഷീൻസ് റിക്വയർഡ് വെരി കീൻ അറ്റൻഷൻ. ഇപ്പോൾ ഇൻഡക്ഷൻ മോട്ടോഴ്സും ട്രാൻസ്ഫോമേഴ്സും ആണ് നമുക്ക് ഏറ്റവും ലെസ് അറ്റൻഷൻ വേണ്ട രണ്ട് മെഷീൻസ്. ദേ ഓൾസോ ഹാവ് വെരി ഹൈ എഫിഷ്യൻസി ആസ് ഹൈ ആസ് 99%. അപ്പം ഇത് വന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിന്റെ എഫിഷ്യൻസി അല്ല. നമുക്ക് പവർ ട്രാൻസ്ഫോമേഴ്സ് ക്യാൻ ബി ഡിസൈൻഡ് വിത്ത് ആൻ എഫിഷ്യൻസി അപ് ടു 97, 98 or 99%. In this chapter we shall study some of the basic properties of transformers. നമ്മൾ ട്രാൻസ്ഫോമേഴ്സിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് പീസ് ഓഫ് എക്യുപ്മെന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് നോട്ട്സ് എഴുതി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കണ്ടന്റ് സ്ലൈഡിൽ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കി, വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട്സ് എഴുതി എടുത്തോണം. ഓക്കെ, സോ ട്രാൻസ്ഫോമർ ഒരു സ്റ്റാറ്റിക് പീസ് ഓഫ് എക്യുപ്മെന്റ് ആണ്. ഇറ്റ് ഈസ് ഈദർ യൂസ്ഡ് ഫോർ റൈസിംഗ് ഓർ ലോവറിംഗ് ദ വോൾട്ടേജ് ഓഫ് എൻ എ സി സപ്ലൈ വിത്ത് എ കറസ്പോണ്ടിങ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ കറണ്ട്. സോ നമ്മുടെ വേരിയബിൾ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജും കറണ്ടും ആണ്. ഓക്കെ, സോ if you are stepping up voltage, that means you are stepping down current. Okay, and if you are stepping down voltage, that means you are stepping up current. So ഇതാണ് because the transformer is a constant power equipment. ഒരു കോൺസ്റ്റന്റ് പവർ എക്യുപ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്താൽ എന്ത് കുറയും? കറണ്ട് കുറയും. വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്താൽ നമുക്ക് കറണ്ട് കൂട്ടാനും പറ്റും. അപ്പോൾ ഇറ്റ് എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് 2 വൈൻഡിങ്സ് ആണുള്ളത്. 2 വൈൻഡിങ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒരു വൈൻഡിങ്ങിനെ പ്രൈമറി എന്നും വേറൊരു വൈൻഡിങ്ങിനെ നമ്മൾ സെക്കൻഡറി എന്നും പറയും. ഈ 2 വൈൻഡിങ്ങും ഇറ്റ് ഈസ് ബൗണ്ട് ഓൺ എ കോമൺ ലാമിനേറ്റഡ് മാഗ്നറ്റിക് കോർ. അത് നമ്മൾ ഫിഗറിൽ കാണിക്കും. അപ്പം നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഫിഗർ കാണാം. ദ വൈൻഡിങ് കണക്റ്റഡ് ടു ദ എ സി സോഴ്സ് ഈസ് കോൾഡ് പ്രൈമറി വൈൻഡിങ്. അപ്പോൾ ഈ ഫിഗർ ഒന്ന് നിങ്ങൾ നോക്കിക്കേ. നമുക്കിവിടെ ഒരു കോമൺ മാഗ്നറ്റിക് പാത്താണുള്ളത്. ഇതൊരു കോമൺ മാഗ്നറ്റിക് പാത്താണ്. ഇതൊരു മാഗ്നറ്റ് അല്ല, അതൊരു മാഗ്നറ്റിക് പാത്താണ്. ഓക്കെ, സോ നോർമലി ഇറ്റ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് സിലിക്കൺ സ്റ്റീൽ. സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് ആണ്. സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ തിയറട്ടിക്കലി ആണ് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ ട്രാൻസ്ഫോമർ ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് CRGO ആണ്. ഓക്കെ, CRGO എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയന്റഡ് സ്റ്റീൽ ആണ്.
കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയന്റഡ് സ്റ്റീൽ ആണ്. ഓക്കെ, ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. നിങ്ങൾക്കറിയാം, നമുക്കിവിടെ സ്റ്റീൽ ഡെപ്പോസിറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ ഈസ് എ കൺട്രി വെരി റിച്ച് ഇൻ അയൺ ഡെപ്പോസിറ്റ്സ്. അയൺ ഡെപ്പോസിറ്റ്സ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഡോണ്ട് ഹാവ് ദ ടെക്നോളജി ടു കൺവേർട്ട് ആൻ അയൺ ഓർ എ സ്റ്റീൽ ഇൻ ടു CRGO സ്റ്റീൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് സ്റ്റീല് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ഇമ്പോർട്ട് ചെയ്യും? CRGO ആയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. മോസ്റ്റ് പ്രോബ്ലി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഒക്കെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ബിക്കോസ് those countries are having technology to convert a steel to CRGO. അപ്പൊ നമ്മൾ എന്നിട്ട് അവിടുന്ന് ഇത് നമ്മൾ ഷീറ്റ് സ്റ്റീലായിട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഷീറ്റ് സ്റ്റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രെയിൻ ഓറിയന്റഡ് ആണ്. ഗ്രെയിൻ ഓറിയന്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ there will be grains in the direction of magnetization and perpendicular to the direction of magnetization. അപ്പൊ in the direction of magnetization എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റൈസേഷൻ നമ്മളൊരു മാഗ്നറ്റിസം കൊടുത്താൽ, നമ്മളൊരു കറണ്ട് കൊടുത്താൽ ഇതിനെ നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആക്കും. ഇപ്പോൾ കാര്യം എന്തുകൊണ്ടാണ്? വി ആർ ഹാവിംഗ് എ വൈൻഡിങ് ഇൻ ദ പ്രൈമറി ആൻഡ് വി ആർ എനർജൈസിംഗ് ദ പ്രൈമറി വൈൻഡിങ് വിത്ത് ആൻ AC സോഴ്സ്. ഓക്കെ, ആൻഡ് ഓൾസോ വി ആർ ഹാവിംഗ് എ വൈൻഡിങ് ഇൻ ദി സെക്കൻഡറി. അപ്പൊ നമ്മൾ ഇവിടെ പ്രൈമറി വൈൻഡിങ്ങിനെ എന്തുകൊണ്ട് എനർജൈസ് ചെയ്യുന്നു? നമ്മളൊരു AC സോഴ്സ് വെച്ചിട്ട് എനർജൈസ് ചെയ്യാണ് ചെയ്യുന്നത്. We are going to continue with the electrical machines. അപ്പോൾ ഇലക്ട്രിക്കൽ മെഷീൻസിന്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. we mentioned about the core of the transformer അല്ലേ. അപ്പോൾ core of the transformer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയററ്റിക്കലി നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? We take it as silicon steel laminations ആയിട്ടാണ് എടുക്കുന്നത്. silicon steel lamination. ഇനി ഇൻഡസ്ട്രിയലില് ഈ കോർ എന്ത് വെച്ചാണ് മേക്ക് ചെയ്യുന്നത്? CRGO അല്ലെ, കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയന്റഡ് സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് മേക്ക് ചെയ്യുന്നത്. സോ തിയററ്റിക്കലി നമ്മൾ എന്താണെന്ന് പറയും? സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് ആണെന്ന് പറയും. പക്ഷെ ഇൻഡസ്ട്രിയലി നമ്മൾ അത് യൂസ് ചെയ്യുന്നത് CRGO എന്ന് പറയുന്ന കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയന്റഡ് സ്റ്റീൽ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റീൽ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ CRGO ഇമ്പോർട്ട് ചെയ്യും. അതിന്റെ ലാമിനേഷൻസ് ഷീറ്റ് പോലെയാണ് CRGO വരുന്നത്. ഷീറ്റ് സ്റ്റീലായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഷീറ്റ് സ്റ്റീലിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് സ്റ്റാക്ക് ചെയ്യും. സ്റ്റാക്ക് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ ഇൻസുലേറ്റ് ചെയ്യും. എന്ത് വെച്ചിട്ടാണ് ഇൻസുലേറ്റ് ചെയ്യുന്നത്? വാർണിഷ് വെച്ചിട്ടാണ് ഇൻസുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോറ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നോട്ട്ബുക്ക് പോലെയാണ്. ഇപ്പോൾ ഒരു നോട്ട്ബുക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തിക്നെസ് ഓഫ് ദ നോട്ട്ബുക്ക് എന്ന് പറയുന്നത് അതിലെ പേജസ് അല്ലേ, ഒത്തിരി പേജസ് ചേർന്നിട്ടാണ് എന്താവുന്നത്? തിക്നെസ് ഓഫ് ദ നോട്ട്ബുക്ക് ആവുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ട്ബുക്ക് എങ്കിൽ, അപ്പോൾ ഈ നോട്ട്ബുക്കിന്റെ പേജസിന് ഇടയ്ക്ക് നമ്മൾ എല്ലാ പേജുകളും ഗം ചേർത്ത് ഒട്ടിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ പേജും ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ എ തിൻ ഫിലിം ഓഫ് ഗം ആണ്. അതുപോലെയാണ് നമ്മളെ ലാമിനേഷൻസിന് ഇടയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നത്? വാർണിഷ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അത് ചെയ്തതിന് ശേഷം നോട്ട്ബുക്കിന്റെ എല്ലാ പേപ്പേഴ്സും കൂടെ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സ്റ്റാക്ക് ഓഫ് സോളിഡ് നോട്ട്ബുക്ക് ആയിട്ട് കിട്ടും. എന്നിട്ട് അതിന്റെ ഒരു സെൻട്രൽ റെക്ടാങ്കിൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്രെയിം കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ നോട്ട്ബുക്കിന്റെ ഒരു ഫ്രെയിം മാത്രമായിട്ട് മാറും. നടുക്കത്തെ ഇത്രയുള്ള പോർഷൻ നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഈ പറഞ്ഞ പോലെ ലാമിനേറ്റഡ് ആയിട്ടുള്ള പോർഷൻ. അപ്പം ആ പോർഷനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർ ഓഫ് ദ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ കോറിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ടു സെർവ് ആസ് എ കാരിയേജ് ഓഫ് ഫ്ലക്സ്. അപ്പോൾ നമ്മുടെ കോമൺ ഫ്ലക്സിനെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? നമ്മുടെ കോറിന്റെ ജോലി. അപ്പോൾ നമ്മുടെ കോമൺ ഫ്ലക്സിനെ ത്രൂ ദ പ്രൈമറി ആൻഡ് ദ സെക്കൻഡറി വൈൻഡിങ് ക്യാരി ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ കോർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് പീസ് ഓഫ് എക്യുപ്മെന്റ്. ട്രാൻസ്ഫോമർ ഒരു സ്റ്റാറ്റിക് പീസ് ഓഫ് എക്യുപ്മെന്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റേസിംഗ് ഓർ ലോവറിംഗ് ദ വോൾട്ടേജ് ഓഫ് എൻ AC സപ്ലൈ വിത്ത് കറസ്പോണ്ടിങ് ഡിക്രീസ് ഓർ ഇൻക്രീസ് ഇൻ കറണ്ട്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഡിക്രീസ് ചെയ്യും. വോൾട്ടേജ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് വൈൻഡിങ്സ് ആണുള്ളത്. ഇറ്റ് എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് ടു വൈൻഡിങ്സ്. ദ ഫസ്റ്റ് വൈൻഡിങ് ഈസ് കോൾഡ് പ്രൈമറി ആൻഡ് ദ സെക്കൻഡ് വൈൻഡിങ് is called secondary, and both of them are wound on a common laminated magnetic core as shown in figure. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് വൈൻഡിങ് ഉണ്ട്. ഈ ഫസ്റ്റ് വൈൻഡിങ്ങിനെ നമ്മൾ പ്രൈമറി എന്ന് പറയുന്നു, സെക്കൻഡ് വൈൻഡിങ്ങിനെ നമ്മൾ സെക്കൻഡറി എന്ന് പറയുന്നു. ഈ ട്രാൻസ്ഫോമറിന്റെ വെർട്ടിക്കലായിട്ടുള്ള രണ്ട് പോർഷനുകളെ നമ്മൾ ലിംബ്സ് എന്നാണ് പറയുന്നത്. ലിംബുകൾ എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ രണ്ട് വെർട്ടിക്കൽ പോർഷൻസ് ആണുള്ളത്. ആ രണ്ട് വെർട്ടിക്കൽ പോർഷൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ലിംബ്സ് എന്ന് പറയുന്നു. രണ്ട് ഹൊറിസോണ്ടൽ പോർഷൻസ് ഉണ്ട് അല്ലേ? ഈ ഹൊറിസോണ്ടൽ പോർഷൻസിനെ നമുക്ക് യോക്ക് എന്ന് പറയാം.
Okay, but the horizontal portions of the magnetic core are called yoke and the vertical portions of the magnetic core are called limbs. But നമുക്ക് പ്രൈമറിയിൽ we have a winding അല്ലേ, ഇവിടെ നമുക്കൊരു വൈൻഡിങ് ഉണ്ട്. This is called primary winding and the primary winding എത്ര ടേൺസ് ഉണ്ട്? n1 number of turns ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു സെക്കൻഡറി വൈൻഡിങ് ഉണ്ട് and the secondary winding is having n2 number of turns. അപ്പോൾ പ്രൈമറി ഹാവിങ് n1 number of turnsഉം സെക്കൻഡറി വൈൻഡിങ് ഹാവിങ് n2 number of turnsഉം. ഇപ്പം നമ്മളിതൊരു നീദർ സ്റ്റെപ്പ് അപ്പ് നോർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ, അതായത് നമുക്ക് പ്രൈമറിയിൽ വോൾട്ടേജ് തന്നെയാണ് സെക്കൻഡറിയിൽ കിട്ടുന്നതെങ്കിൽ then n1 will be equal to n2. ഓക്കെ, അപ്പം വി ഡോണ്ട് കെയർ അബൌട്ട് ദി നമ്പർ ഓഫ് n1 and n2. അത് നമ്മുടെ അതിന്റെ വാല്യൂവിനെ പറ്റി നമ്മൾ കെയർ ചെയ്യേണ്ട. ജസ്റ്റ് ടേക്ക് ദാറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് n1 ആണ്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത് n2 ആണ്. ഇനി നമ്മൾ പ്രൈമറിയിൽ എന്ത് കൊടുക്കുന്നു? ഒരു ഓൾട്ടർനേറ്റിംഗ് EMF കൊടുക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ഇറ്റ് ഈസ് വൗണ്ട് ഓൺ എ കോമൺ മാഗ്നറ്റിക് കോർ. നൗ ദ വൈൻഡിങ് ഈസ് കണക്റ്റഡ് ടു ആൻ AC സോഴ്സ് കോൾഡ് പ്രൈമറി പ്രൈമറി വൈൻഡിങ്. AC സോഴ്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന വൈൻഡിങ്ങിനെ എന്തെന്ന് പറയുന്നു? പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നു. നമ്മൾ ലോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വൈൻഡിങ്ങിനെ സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ നോക്ക്, the primary winding is the winding that is connected to the AC source. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന AC സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോഴ്സ്, ഇറ്റ് ഈസ് എൻ AC സോഴ്സ് ഹാവിംഗ് എ മാഗ്നിറ്റ്യൂഡ് V1. ഇനി നമ്മൾ ലോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വൈൻഡിങ്ങിനെ എന്ത് വൈൻഡിങ് എന്ന് പറയുന്നു? സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, ബിക്കോസ് ട്രാൻസ്ഫോമർ ഈസ് ദി സിംപ്ലസ്റ്റ് ഓഫ് ദി ഇലക്ട്രിക്കൽ മെഷീൻ. ഓക്കെ, സോ ദ വൈൻഡിങ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദ സോഴ്സ് ഈസ് കോൾഡ് പ്രൈമറി വൈൻഡിങ് ആൻഡ് ദ വൈൻഡിങ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ലോഡ് ഈസ് കോൾഡ് സെക്കൻഡറി വൈൻഡിങ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് V1 whose magnitude is to be changed is applied to the primary. അപ്പം നമ്മൾ ഈ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് V1നെ എവിടെ അപ്ലൈ ചെയ്യുന്നു? നമ്മൾ പ്രൈമറിയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ലോസ് അത് ആരുടേതാണ്? അത് മൈക്കൽ ഫാരഡേയുടേതാണ് അല്ലേ. അപ്പം ജനറലി യു ക്യാൻ സേ ദ പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാം. പക്ഷേ സ്പെസിഫിക്കലി ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് ആൻസർ എഴുതിക്കോണം. അപ്പോൾ ആൻസർ ഈസ് നോട്ട് ഓൾവേസ് ദ ആൻസർ ബട്ട് മേ ബി ദ ബെസ്റ്റ് ആൻസർ. ഓക്കെ, അപ്പം നമ്മൾ ചോയ്സുകൾ 4 എണ്ണവും നോക്കുക. അതിലിപ്പം ഒരു ആൻസർ റോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് തന്നിട്ടുള്ള ചോയ്സിൽ ബെസ്റ്റ് ആൻസർ ആണ്. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാലാണ്. പക്ഷേ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ടെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനേക്കാളും ബെസ്റ്റ് ആൻസർ. കാരണം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ 2 ടൈപ്പ് ഇൻഡക്ഷൻ ഉണ്ട്. ഇറ്റ് ക്യാൻ ബി സെൽഫ് ഇൻഡക്ഷൻ ഓർ മ്യൂച്വൽ ഇൻഡക്ഷൻ. പക്ഷേ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന എന്ത് യൂസ് ചെയ്തിട്ടാണ്? സെൽഫ് ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടല്ല. ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അപ്പൊ അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അപ്പം ഇവിടെ നോക്കിക്കേ, നമ്മൾ ഒരു V1 എവിടെ അപ്ലൈ ചെയ്യുന്നു? നമ്മൾ V1 അപ്ലൈ ചെയ്യുന്ന വൈൻഡിങ്ങിനെ നമ്മൾ പ്രൈമറി വൈൻഡിങ് എന്നും ലോഡ് കണക്ട് ചെയ്യുന്ന വൈൻഡിങ്ങിനെ സെക്കൻഡറി വൈൻഡിങ് എന്നും പറയുന്നു. അപ്പോൾ നമ്മൾ V1 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. സിൻസ് ദിസ് ഈസ് എ ക്ലോസ്ഡ് സർക്യൂട്ട്, എ കറണ്ട് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ഇൻ ദ പ്രൈമറി. ആ കറണ്ടിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ദ പ്രൈമറി കറണ്ട് I1 എന്ന് പറയുന്നു. ഈ I1 എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് എൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലേ. നമ്മൾ ഇവിടെ V1 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? V1 ഈസ് ഈക്വൽ ടു Vm സൈൻ ഒമേഗ ടി. സോ ഇറ്റ് ഈസ് എ വേരിയിങ് ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഒരു സൈനുസോയിഡൽ AC വേവ് ഫോം ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒരു സൈനുസോയിഡൽ AC വേവ് ഫോം വിച്ച് വേരീസ് ഇൻ മാഗ്നിറ്റ്യൂഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഒമേഗ ടി. ഓക്കെ, ഒമേഗ ടി അനുസരിച്ചിട്ട് അത് വേരി ചെയ്യുകയാണ്. അപ്പോൾ ഒരു വേരിയിങ് ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. വേരിയിങ് AC സിഗ്നലാണ് കൊടുക്കുന്നത്. It produces a varying current. What is I? I is equal to Im sin omega t. എല്ലാം സെയിം ഇക്വേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. I is equal to Im sin omega t. സോ ഇവിടെ നമുക്ക് എന്ത് സംഭവിക്കുന്നു? There happens a self induction. Okay, ആ സെൽഫ് ഇൻഡക്ഷൻ കൊണ്ട് an induced EMF is generated and the induced EMF is called E1. ഓക്കെ, സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രിൻസിപ്പിൾ ഓഫ് എനർജി കൺവേർഷൻ ആണ്. ബിക്കോസ് വേറെവർ യു ഹാവ് ഇലക്ട്രിക്കൽ എനർജി, മാഗ്നറ്റിക് എനർജി വിൽ ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് വേറെവർ യു ഹാവ് മാഗ്നറ്റിക് എനർജി, ഇലക്ട്രിക് എനർജി വിൽ ബി പ്രൊഡ്യൂസ്ഡ്. നമുക്ക് എവിടെയാണോ ഇലക്ട്രിക്കൽ എനർജി ഉള്ളത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉള്ളത് അവിടെ നമുക്ക് വി വിൽ ഹാവ് മാഗ്നറ്റിസം. And wherever we have magnetism, there we will have the generation of electric energy. So ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു? നമ്മൾ we are giving electric sinusoidal varying quantity in the form of V and I. അതെങ്ങോട്ടേക്ക് വരുന്നു? നമ്മുടെ വൈൻഡിങ്ങിലേക്ക് വരുന്നു. The primary winding is having n1 number of turns and it generates an induced EMF E1 in the primary.
അപ്പം ഹിയർ വി ഹാവ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പം ആസ് എ റിസൾട്ടന്റ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ജനറേറ്റ് ആവും? എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ജനറേറ്റ് ആവും? എ മാഗ്നറ്റിക് ഫീൽഡ് of magnitude phi will be generated. And what will be phi? Phi is equal to phi m sin omega t. അല്ലേ? Phi is equal to phi m sin omega t യുടെ ഒരു ഫ്ലക്സ് ജനറേറ്റ് ചെയ്യും. ഈ ഫ്ലക്സ് ഹാസ് എ കോമൺ പാത്ത്. The flux has a common path because we have provided a magnetic medium for the flux. അപ്പോൾ the flux can link both with the primary and with the secondary. ഇവിടെ നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രാൻസ്ഫോമർ is an electrically isolated machine. It is an electrically isolated machine. It is an electrically isolated machine. There is no electrical connection between the primary and the secondary. Only connection എന്ന് പറയുന്നത് the flux, the magnetic flux is the only element that is common to both the primary and secondary and linking with the primary and secondary. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ടാവുന്നു? ഫൈ ഈസ് ഈക്വൽ ടു ഫൈ എം സൈൻ ഒമേഗ ടി ഉണ്ടാവുന്നു. ഈ ഫ്ലക്സിന് ക്യാൻ ക്രിയേറ്റ് എ ക്ലോസ്ഡ് പാത്ത് ത്രൂ ദി മാഗ്നറ്റിക് കോർ. ഈ മാഗ്നറ്റിക് കോറിൽ കൂടി ഈ ഫ്ലക്സിന് എന്ത് ക്രിയേറ്റ് ചെയ്യാം? ഒരു ക്ലോസ്ഡ് പാത്ത് ക്രിയേറ്റ് ചെയ്യാം. So the flux links with the secondary winding having n2 number of turns. അപ്പൊ ഞാൻ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ ട്രാൻസ്ഫോമർ ആണ് പറയുന്നത്. അപ്പം ഈ ഫ്ലക്സ് ആരുമായിട്ട് ലിങ്ക് ചെയ്യുന്നു? n2 നമ്പർ ഓഫ് ടേൺസ് ഉള്ള സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്യുന്നു, ഇൻഡ്യൂസിങ് എ സെക്കൻഡറി വോൾട്ടേജ് E2. ബിക്കോസ് വേർ എവർ യു ഹാവ് മാഗ്നറ്റിസം, ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിക്കൽ എനർജി ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് EMF ക്യാൻ ബി ജനറേറ്റഡ്. അപ്പൊ ഈ ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇറ്റ് ക്രിയേറ്റ്സ് എ സെക്കൻഡറി കറണ്ട് I2 ആൻഡ് ദർ ഇസ് എ ഡ്രോപ്പ് V2 അക്രോസ് ദി ലോഡ്. ഇപ്പൊ നമ്മുടെ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്? നമ്മൾ വി ആർ ഗിവിംഗ് എൻ AC sinusoidal ഇൻപുട്ട് വോൾട്ടേജ് V1 which drives a current I1 in the primary, producing an induced EMF E1 in the primary. ഈ E1 കൊണ്ട് നമുക്ക് എന്തുണ്ടാവുന്നു? ഒരു ഫ്ലക്സ് ജനറേറ്റ് ആവുന്നു. ഫ്ലക്സ് ഈസ് മ്യൂച്വൽ, ഇറ്റ് ലിങ്ക്സ് വിത്ത് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി. അപ്പോൾ പ്രൈമറിയിൽ നിന്നുള്ള ഫ്ലക്സ് പോയി സെക്കൻഡറിയിൽ ലിങ്ക് ചെയ്യുന്നു. N2 കോയിൽസ് ഉള്ള N2 നമ്പർ ഓഫ് ടേൺസ് ഉള്ള സെക്കൻഡറിയിൽ E2 എന്ന് പറയുന്ന EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഈ E2 എന്ന് പറയുന്ന EMF നമ്മുടെ സെക്കൻഡറി സർക്യൂട്ട് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇറ്റ് സർക്കുലേറ്റ്സ് എ കറണ്ട് I2 ഇൻ ദ സെക്കൻഡറി ആൻഡ് ദിസ് V2 പ്രൊഡ്യൂസസ് ആൻ വോൾട്ടേജ് V2 അക്രോസ് ദി ലോഡ്. അപ്പം ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. സോ ദ പ്രൈമറി ഈസ് ഹാവിംഗ് N1 നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ദ സെക്കൻഡറിക്ക് എന്തുണ്ട്? N2 നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ an induced voltage E2, an induced EMF E2 is generated in the secondary. Okay അല്ലേ? And this E2 causes a secondary current I2 because the secondary circuit എന്ന് പറയുന്നത് നമ്മുടെ ലോഡ് വഴി ക്ലോസ്ഡ് ആണ്. അപ്പോൾ കോൺസിക്വന്റ്ലി നമുക്കൊരു ടെർമിനൽ വോൾട്ടേജ് V2 എവിടെ കിട്ടും? ലോഡിന് അക്രോസ് ആയിട്ട് കിട്ടും. ഇനി V2 ഗ്രേറ്റർ ദാൻ V1 ആണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയും. V2 ലെസ് ദാൻ V1 ആണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയും. അപ്പം ഇവിടെ നമുക്ക് നോക്ക്, ഈ കിട്ടുന്ന V2 നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് V2 ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഇൻപുട്ട് വോൾട്ടേജ് V1. രണ്ട് കണ്ടീഷൻസ് ആണ്. ഏതൊക്കെയാണ് കണ്ടീഷൻസ്? V2 ഈസ് ഗ്രേറ്റർ ദാൻ V1 ആൻഡ് V2 ഈസ് ലെസ് ദാൻ V1. അപ്പൊ V2 ഗ്രേറ്റർ ദാൻ V1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് അപ്പ് ഓപ്പറേഷൻ ആൻഡ് ദ ട്രാൻസ്ഫോമർ ഈസ് കോൾഡ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. If V2 is less than V1, we say it is a step down operation and then the transformer is called a step down transformer. മനസ്സിലായോ? അപ്പൊ ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സോ അപ്പം ഐ വിൽ ഇറേസ് എവറിത്തിങ് ഓൺ ദ സ്ലൈഡ്. നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞു പോവാം വൺ ലൈനായിട്ട്. ദർ ഇസ് എ പ്രൈമറി. നമ്മൾ വോൾട്ടേജിലേക്ക്, നമ്മൾ ഇൻപുട്ട് സോഴ്സിലേക്ക് കണക്ട് ചെയ്യുന്ന വൈൻഡിങ്ങിനെ പ്രൈമറി എന്നും ഔട്ട്പുട്ട് ലോഡിലോട്ട് കണക്ട് ചെയ്യുന്ന വൈൻഡിങ്ങിനെ സെക്കൻഡറി എന്നും പറയുന്നു. പ്രൈമറി വൈൻഡിങ്ങിന് N1 നമ്പർ ഓഫ് ടേൺസും സെക്കൻഡറി വൈൻഡിങ്ങിന് N2 നമ്പർ ഓഫ് ടേൺസും ആണ് ഉള്ളത്. നമ്മൾ പ്രൈമറിയിൽ കൊടുക്കുന്നു ഒരു AC EMF ഓഫ് മാഗ്നിറ്റ്യൂഡ് V1 and it circulates a current I1 in the primary, producing an voltage drop of E1 across the primary. And as a result of the existence of the electric field ഉള്ളത് കൊണ്ട് ഒരു magnetic field with a magnitude of 5 will be created. ഈ ഫ്ലക്സ് പോയിട്ട് സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്യുന്നു. സെക്കൻഡറിക്ക് N2 നമ്പർ ഓഫ് ടേൺസ് ആണ് ഉള്ളത്. അവിടെ നമുക്ക് ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF E2 ആണ്. ഈ I2 എന്ന് പറയുന്ന ഒരു കറണ്ടിനെ സെക്കൻഡറിയിൽ ഡ്രൈവ് ചെയ്യുന്നു. കാര്യം സെക്കൻഡറി സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്. നമ്മുടെ ലോഡിന് അക്രോസ് നമുക്ക് കിട്ടുന്ന ഡ്രോപ്പ് എന്ന് പറയുന്നത് V2 ആണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ടറി അറേഞ്ച്മെന്റ് ഓഫ് എ നോർമൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൊടുക്കുന്നത് ഒരു AC EMF ആണ്. നമുക്കൊരു ഇൻഡ്യൂസ്ഡ് EMF ഇൻ പ്രൈമറി കിട്ടുന്നു, ഇൻഡ്യൂസ്ഡ് EMF ഇൻ സെക്കൻഡറി കിട്ടുന്നു, ലോഡിന് അക്രോസ് ഒരു വോൾട്ടേജ് കിട്ടുന്നു. ദ പ്രൈമറി കറണ്ട് ഈസ് I1 ആൻഡ് ദ സെക്കൻഡറി കറണ്ട് ഈസ് I2. കോമൺ ഫ്ലക്സ് എന്ന് പറയുന്നത് phi ആണ്. അതാണ് നമ്മുടെ പ്രൈമറി വൈൻഡിങ്ങിന്റെയും സെക്കൻഡറി വൈൻഡിങ്ങിന്റെയും കൂടെ കോമൺ എലമെന്റ്. പ്രൈമറി വൈൻഡിങ്ങിന് N1 നമ്പർ ഓഫ് ടേൺസും സെക്കൻഡറി വൈൻഡിങ്ങിന് N2 നമ്പർ ഓഫ് ടേൺസും ആണ് ഉള്ളത്. അപ്പോൾ വെൻ ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് V1, നമ്മളപ്പം ഒരു V1 നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ആവുന്നു? ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് phi ക്രിയേറ്റ് ആവുന്നു. ഈ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് രണ്ട് വൈൻഡിങ്സുമായിട്ടും ലിങ്ക് ചെയ്യുന്നു. ഇൻഡ്യൂസ്ഡ് EMFകൾ E1 ഉം E2 ഉം പ്രൊഡ്യൂസ് ചെയ്യുന്നു. E1 ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രൈമറി ഹാവിംഗ് N1 നമ്പർ ഓഫ് ടേൺസ്. E2 എവിടെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദ സെക്കൻഡറി ഹാവിംഗ് N2 നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ നോക്ക്, വാട്ട് ഈസ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? എത്ര ലോസ് ആണുള്ളത്? നമുക്ക് 2 ലോസ് ആണ് ഫാരഡേസ് ലോസ് ഉള്ളത്. ഫസ്റ്റ് ഫാരഡേസ് ലോ എന്താ പറയുന്നത്? വെനെവർ ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കണ്ടക്ടർ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ് എന്നാണ് ഫസ്റ്റ് ഫാരഡേസ് ലോ പറയുന്നത്. എപ്പോഴാണോ ഒരു കണ്ടക്ടറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്, അപ്പൊ എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നു? ഒരു ഇൻഡ്യൂസ്ഡ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫാരഡേസ് ഫസ്റ്റ് ലോ. ഇനി രണ്ടാമത്തെ ലോ എന്താ പറയുന്നത്? രണ്ടാമത്തെ ലോ അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റിയാണ് പറയുന്നത്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റഡ്. ഈ ജനറേറ്റ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. അപ്പം E എന്ന് പറയുന്ന ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്താൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് എന്നാണ് ഫാരഡേസ് ലോ പറയുന്നത്. അപ്പൊ E ഈസ് പ്രൊപ്പോർഷണൽ ടു എന്ത്? d∅dt. പ്രൊപ്പോർഷണാലിറ്റി മാറ്റണ്ടേ? മാറ്റണം. അപ്പൊ E ഈസ് ഈക്വൽ ടു എന്ത് വരും? d∅n d∅dt. E ഈസ് ഈക്വൽ ടു n d∅dt. ഇനി there is a law which is an addendum to Faraday's law. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ലെൻസസ് ലോ എന്ന് പറയുന്നു. ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അനലോഗസ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. എവരി ആക്ഷൻ ഹാസ് an equal and opposite റിയാക്ഷൻ എന്ന് പറയില്ലേ? അതേ സംഭവം തന്നെയാണ് എന്ത്? ലെൻസസ് ലോ. ലെൻസസ് ലോ പറയുന്നത് എന്താണ്? ലെൻസസ് ലോ ഗീവ്സ് ഡയറക്ഷൻ ടു ദി ഇൻഡ്യൂസ്ഡ് EMF. അപ്പൊ ഫാരഡേ എന്ത് പറയുന്നു? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നു എന്ന് ഫസ്റ്റ് ലോയിൽ പറയുന്നു. രണ്ടാമത്തെ ലോയിൽ എന്ത് പറയുന്നു? ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റി പറയുന്നു. അതായത് ഈ പ്രൊപ്പോർഷണൽ ടു d∅dt ആണെന്നും അതിനെ ഈക്വൽ ടൂലോട്ട് കൊണ്ടുവന്നാൽ E ഈസ് ഈക്വൽ ടു n d∅dt ആണെന്നും പറയുന്നു. അവിടെ n എന്ന് വെച്ചാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി വൈൻഡിങ് ആണ്. ഇനി ഫാരഡേസ് ലോയുടെ കൂടെ ചേർത്ത് നമ്മൾ വായിക്കേണ്ട ലോ ഏതാണ്? ലെൻസസ് ലോ ആണ്. ലെൻസസ് ലോ പറയുന്നത് എന്താണ്? ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി സച്ച് ദാറ്റ് ഇറ്റ് വിൽ ഓൾവേസ് ഒപ്പോസ് ദ കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ് എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി സച്ച് ദാറ്റ് ഇറ്റ് ഓൾവേസ് ഒപ്പോസസ് ദ കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് ഒരു ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ആയാൽ ആ ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ആയ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? എന്തുകൊണ്ടാണോ അത് ക്രിയേറ്റഡ് ആയത് അതിന്റെ ഡയറക്ഷനെ ഓപ്പോസ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന്റെ റീസണ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്ത് റീസൺ കൊണ്ടാണോ ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ആയത് ആ റീസണിന്റെ ഡയറക്ഷൻ എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആരുടെ ഡയറക്ഷൻ? ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന പുതിയ EMFന്റെ ഡയറക്ഷൻ. അതിനെയാണ് നമ്മൾ ലെൻസസ് ലോ എന്ന് പറയുന്നത്. ആ ലെൻസസ് ലോ കൂടെ ഫാരഡേസ് ലോ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് -n d∅dt. ബിക്കോസ് മൈനസ് വരാനുള്ള കാരണം എന്താണ്? ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ വിൽ ബി ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദി കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ് ബൈ ലെൻസസ് ലോ. അപ്പൊ അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ലോസ് ബൈ ഫാരഡേ ആൻഡ് അഡീഷൻ ബൈ ലെൻസസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇൻഡ്യൂസ്ഡ് EMF E1 E2 ജനറേറ്റ് ചെയ്യുന്നു. E1 നമുക്ക് പ്രൈമറി EMF ആയിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. E2 എന്ന് പറഞ്ഞാൽ സെക്കൻഡറി EMF ആയിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ എക്സ്പ്രഷനെ, ഏത് എക്സ്പ്രഷനെ? E ഈസ് ഈക്വൽ ടു -n d∅dt നമുക്ക് എങ്ങോട്ടേക്ക് കൊണ്ടുപോകാം? ഫാരഡേസ് ലോയിലേക്ക് ഫിക്സ് ചെയ്യാം. ഫാരഡേസ് ലോയിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്കതിനെ E1 ആയിട്ടും E2 ആയിട്ടും, കാര്യം പ്രൈമറിയിൽ നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യുന്നു? E1 ജനറേറ്റ് ചെയ്യുന്നു. സെക്കൻഡറിയിൽ നമുക്ക് E2 ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ E1 ഈസ് ഈക്വൽ ടു -n1 d∅dt എന്നും E2 ഈസ് ഈക്വൽ ടു -n2 d∅dt എന്നും നമുക്ക് പറയാം. ആണല്ലോ? ഇത് തന്നെയാണ് നമ്മൾ E1 n1 എന്നും E2 n2 എന്നും കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ E1 ഈസ് ഈക്വൽ ടു -n1 d∅dt, E2 ഈസ് ഈക്വൽ ടു -n2 d∅dt. അപ്പൊ ഇവിടെ നമുക്ക് മൈനസ് കട്ട് ചെയ്ത് കളയാം. d∅ dt കട്ട് ചെയ്ത് കളഞ്ഞാൽ when we are cross multiplying we will get E2 by E1 is equal to n2 by n1. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്?
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? E2/E1 is equal to എന്ത് കിട്ടി? N2/N1 എന്ന് കിട്ടി. അപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. E2 is greater than E1 ആണെങ്കിൽ N2 will be greater than N1. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. E2 less than E1 ആണെങ്കിൽ N2 will be less than N1. മനസ്സിലായല്ലോ?